ദക്ഷിണേന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ജനവിഭാഗമാണ് നാടാർ സമുദായം. തമിഴ്നാട്ടിലും കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും വേരുകളുള്ള ഈ സമുദായത്തിന്റെ ചരിത്രം കഠിനാധ്വാനത്തിന്റെയും അതിലുപരി വിപ്ലവകരമായ പോരാട്ടത്തിന്റെയുമാണ്. ഇന്ന് വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ മുൻനിരയിലുള്ള ഇവർ കടന്നു വന്ന വഴികളെ നമുക്കൊന്ന് പരിശോധിക്കാം. നാടാർ എന്ന പേര് ഇന്ന് സർവ്വസാധാരണമാണെങ്കിലും ഇതിന് പിന്നിൽ നൂറ്റാണ്ടുകളുടെ പരിണാമമുണ്ട്. സംഘകാലത്ത് സാൻഡ്രോർ എന്ന പേരിലായിരുന്നു ഈ ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത്. കാലക്രമത്തിൽ ഇത് ചാൻഡ്രോർ എന്നും പിന്നീട് ചാന്നാൻ എന്നും അറിയപ്പെട്ടു. ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1901 സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഈ 39 ഉപവിഭാഗങ്ങളിൽ തൃപ്പാപ്പൂർ എന്ന ശാഖയായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന ഭരണാധികാരികൾ. തൃപ്പാപ്പൂർ ശാഖ തിരുവിതാംകൂറിലെ അവസാന രാജാവിന്റെ ഭരണം വരെ രാജകുടുംബവുമായി ലയിച്ചു നിന്നിരുന്നു. 19ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിലെ മറ്റ് ക്ഷത്രിയ വിഭാഗങ്ങളെ പോലെ മറ്റു ചില ഗോത്രങ്ങളുമായും ഇവർ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എങ്കിലും DNA പരിശോധന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലോ ലോകത്തിലോ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രം വംശീയ മിശ്രണം സംഭവിച്ച വിഭാഗങ്ങളിലൊന്നാണ് നാടാന്മാർ. 1921 നാടാർ എന്ന പൊതുനാമം ഈ സമുദായം ഔദ്യോഗികമായി സ്വീകരിക്കുന്നത്. ഭരണാധികാരി, നാടുവാഴി എന്നിങ്ങനെ അർത്ഥം വരുന്ന നാടാൻ എന്ന പദത്തിൽ നിന്നാണ് നാടാർ എന്ന പേരിന്റെ ഉദ്ഭവം. പനയേറ്റവും കൃഷിയുമായിരുന്നു ഇവരുടെ പരമ്പരാഗത തൊഴിൽ. കഠിനാധ്വാനികളായ ഈ വിഭാഗം പനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിപണനത്തിലും അഗ്രഗണ്യന്മാരായിരുന്നു. എന്നാൽ വെറുമൊരു കൃഷി സമൂഹമായി ഒതുങ്ങാതെ കച്ചവട രംഗത്തേക്ക് ഇവർ അതിവേഗം ചുവടുവെച്ചു. ഇന്ന് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വലിയൊരു വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നാടാർ സമുദായം പൊതുവിൽ ഹൈന്ദവ വിശ്വാസികളായിരുന്നു. എന്നാൽ 17ാം നൂറ്റാണ്ടോടെ ഈ മതസമുദായത്തിൽ വലിയ തോതിലുള്ള മതപരിവർത്തനം നടന്നു. 1680-കളിലാണ് ഇതിന് തുടക്കമിടുന്നത്. 1685 തമിഴ്നാട്ടിലെ വടക്കൻകുളത്ത് ആദ്യത്തെ പള്ളി സ്ഥാപിതമായി. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലേക്കും പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്കും നിരവധി പേർ ചേർന്നു. ഇന്ന് ഏകദേശം 40% നാടാർ സമുദായ അംഗങ്ങൾ ക്രിസ്തുമതം പിന്തുടരുന്നു. എങ്കിലും മതമേതായാലും സഹോദരങ്ങളെന്ന പോലെ പരസ്പരം സഹകരണത്തോടെയാണ് ഇവർ ഇന്നും ജീവിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വീര്യം നിറഞ്ഞ അധ്യായങ്ങളിലൊന്നാണ് ചാന്നാൻ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം. വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ സ്ത്രീകൾ നടത്തിയ ഐതിഹാസിക സമരമായിരുന്നു ഇത്. ഈ സമരം കേവലം ഒരു വസ്ത്രധാരണ പ്രശ്നം മാത്രമായിരുന്നില്ല, മറിച്ച് ജാതീയമായ അടിച്ചമർത്തൽക്കെതിരെയുള്ള പോരാട്ടവും കൂടിയായിരുന്നു. നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമി ഈ പോരാട്ടങ്ങൾക്ക് വലിയ ഊർജം നൽകി. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണ ഈ സമരത്തിനുണ്ടായിരുന്നെങ്കിലും നാടാർ സമുദായത്തിന്റെ സ്വന്തം പോരാട്ട വീര്യമാണ് ഇതിനെ വിജയത്തിലെത്തിച്ചത്. അതേസമയം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ സമുദായമാണ്. 1817 മുതൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് തിരുവിതാംകൂറിൽ സ്ഥാപിതമായ 200 സ്കൂളുകളിൽ 150ഓളം എണ്ണത്തിന് പിന്നിൽ നാടാർ സമുദായത്തിന്റെ പ്രയത്നമുണ്ടായിരുന്നു. സ്വന്തം ഭൂമിയും സമ്പത്തും വിട്ടു നൽകി അവർ വിദ്യാലയങ്ങൾ പണിതു. അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തും ഇവർക്ക് വലിയ പാരമ്പര്യമുണ്ട്. മർമ്മ ചികിത്സയും കളരിപ്പയറ്റും ഇന്നും ഈ സമുദായത്തിന്റെ തനിമയായി നിലനിൽക്കുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട പ്രശസ്തരായ നാടാർ വൈദ്യന്മാർ അന്നും ഉണ്ടായിരുന്നു. 1838 നാഗർകോവിൽ മെഡിക്കൽ മിഷൻ ആരംഭിച്ചപ്പോൾ അതിന് വലിയ പിന്തുണയാണ് ഈ ജനവിഭാഗം നൽകിയത്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നാടാർ സമുദായം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറുമായ പെരുന്തലൈവർ കെ കാമരാജ് ഈ സമുദായത്തിന്റെ അഭിമാനമാണ്. ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായി തരംതിരിക്കപ്പെട്ടെങ്കിലും സ്വപ്രയത്നം കൊണ്ട് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഇവർ ഉന്നതിയിലെത്തിയിരിക്കുന്നു. അടിമത്തത്തോടും അസമത്വത്തോടും പോരാടി ജയിച്ച ഒരു ജനതയുടെ കഥയാണത്. പനന്തോപ്പുകളിൽ നിന്ന് പാർലമെന്റുകളിലേക്കും വലിയ വ്യാപാര ശൃംഖലയിലേക്കും വളർന്ന നാടാർ സമുദായം ഏതൊരു സമൂഹത്തിനും ഒരു പ്രചോദനമാണ്.